ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നേച്ചർ 360യിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ഓറൽ കെയർ വീഡിയോ ആണ്. ഇന്ന് നമ്മളിൽ പലർക്കുമുള്ള ഒരു പ്രധാന പ്രശ്നമാണ് പല്ലുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ. അത് ചിലർക്ക് പല്ല് വേദനയാകാം, ചിലർക്ക് മോണവീക്കമാകാം, അല്ലെങ്കിൽ തണുപ്പുള്ള ഡ്രിങ്ക്സോ ഐസ്ക്രീംസോ കഴിക്കുമ്പോഴുള്ള വേദനയാകാം, അല്ലെങ്കിൽ മോണയിലെ ബ്ലീഡിങ്, പല്ല് പുളിക്കൽ, വായപ്പുണ്ണ്, മൗത്തിലെ അൾസർ, വായനാറ്റം എന്നിങ്ങനെ പലതുമാകാം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇതിനെല്ലാം മാറാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു നാച്ചുറൽ ടൂത്ത് പൗഡർ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നത് കാണിക്കാനാണ്. അപ്പോൾ നമുക്ക് ഒരു വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് പേരയിലയാണ്. പേരയില ഉണക്കി പൊടിച്ചതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അത് പല്ല് വേദന മാറാനും അതുപോലെ മോണയിലെ വീക്കം കുറയ്ക്കാനുമായിട്ട് പേരയില സഹായിക്കും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കറിവേപ്പില ഉണക്കി പൊടിച്ചതാണ്. ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് പല്ലിൻ്റെയും അതുപോലെ മോണയുടെയും ബലം കൂട്ടാനും അതുപോലെ വായുനാറ്റം അകറ്റാനും ആയിട്ട് സഹായിക്കും. അതുപോലെ വായിലെ അണുക്കളെ നശിപ്പിക്കാനുമായിട്ട് കറി ലീവ്സ് സഹായിക്കും. പിന്നെ അടുത്തതായിട്ട് എടുക്കുന്നത് പട്ടയാണ്. പട്ടയിലും ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് പല്ല് കേടാകാതിരിക്കാനും അതുപോലെ വായനാറ്റം വരാതിരിക്കാനും സഹായിക്കും. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രാമ്പൂ പൊടിയാണ്. ഗ്രാമ്പൂവിൻ്റെ എണ്ണം നമ്മൾ കേട്ടിട്ടുണ്ടാവും, പല്ല് വേദനയ്ക്ക് യൂസ് ചെയ്യാറുണ്ടെന്ന്. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വാൽമുളക് ഉണക്കി പൊടിച്ചതാണ്. വാൽമുളക് നമ്മൾ പൊതുവെ ചുമ, തൊണ്ടവേദന, തൊണ്ട അടപ്പ്, പനി എന്നീ എല്ലാ അസുഖത്തിനും നമ്മൾ വാൽമുളക് വീട്ടിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിന് മാത്രമല്ലാതെ നമ്മൾ ഇന്ന് ഈ പൽപ്പൊടിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് പല്ലിനും മോണയ്ക്കും ബലം കിട്ടാനും അതുപോലെ മോണവീക്കം തടയാനായിട്ടാണ് നമ്മൾ വാൽമുളക് ഇതിൽ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഏലക്ക പൊടിച്ചതാണ്. ഇത് പല്ലിലെ ക്യാവിറ്റീസ് വരാതിരിക്കാനും അതുപോലെ വായനാറ്റം കളയാനായിട്ടാണ് നമ്മൾ ഏലക്ക ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നെല്ലിക്ക ഉണക്കി പൊടിച്ചതാണ്. ഇത് പല്ല് കേടാകാതിരിക്കാനും അതുപോലെ വായനാറ്റം ഇല്ലാതിരിക്കാനായിട്ടാണ് നമ്മൾ നെല്ലിക്ക യൂസ് ചെയ്യുന്നത്. ഇത് പല്ല് കേടാവാൻ സഹായിക്കുന്ന ബാക്ടീരിയസിനെ കൊല്ലാനായിട്ടാണ് നെല്ലിക്ക ഇതിൽ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് താനിക്ക ഉണക്കി പൊടിച്ചതാണ്. ഇത് നമ്മുടെ അടുത്തുള്ള അങ്ങാടി മരുന്ന് കടയിലൊക്കെ കിട്ടും താനിക്ക പൊടിച്ചത്. ഈ പൗഡർ യൂസ് ചെയ്യാൻ കാരണം ഇത് വായിലെ അൾസർ ഇല്ലാതിരിക്കാൻ, മൗത്ത് അൾസർ ഇല്ലാതിരിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഹരിതാഗിയാണ്. ഹരിതാഗി ഉണക്കി പൊടിച്ചത്. ഇത് നമ്മുടെ അങ്ങാടി മരുന്ന് കടയിൽ കിട്ടുന്നതാണ്. ഇതിൽ വൈറ്റമിൻ സി ഒരുപാടുള്ളത് കൊണ്ട് മോണവീക്കം തടയാനും അതുപോലെ തൊണ്ടവേദനയ്ക്ക്, തൊണ്ടയിലെ വായിലെ അലർജീസ് മാറാനായിട്ടും നമ്മൾ ഹരിതാഗി ഉപയോഗിക്കാറുണ്ട്. അടുത്തത് എടുത്തിരിക്കുന്നത് കടലാടി ഉണക്കി പൊടിച്ചതാണ്. ഈ കടലാടി എന്ന് പറയുന്നതും ഒരു നാട്ടുമരുന്ന് കടയിൽ കിട്ടുന്ന ഒരു പൗഡറാണ്. ഇത് നമ്മൾ പല്ലുവേദന മാറാനും അതുപോലെ മൗത്ത് അൾസർ വരാതിരിക്കാനും നമ്മൾ മോണവീക്കം തടയാനും കടലാടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ലെമൺ പീൽ പൗഡറാണ്. അതായത് നാരങ്ങയുടെ തൊണ്ട് ഉണക്കി പൊടിച്ചതാണ്. ഇത് പല്ല് വെളുക്കാനായിട്ടാണ് നമ്മൾ നാരങ്ങ തൊണ്ട് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ അടുത്തത് ഓറഞ്ചിൻ്റെ തൊണ്ട് പൊടിച്ചത്. ഇത് പല്ലിലെ കറ കളയാനും പല്ല് വെളുക്കാനും പല്ലിലെ ബാക്ടീരിയൽ ഗ്രോത്ത് തടയാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് എടുത്തിരിക്കുന്നത് തുളസി പൗഡറാണ്. ഇത് ഇതുപോലെ ഡെൻ്റൽ ഇൻഫെക്ഷൻസ് മാറാനും അതുപോലെ വായനാറ്റം, മോണയിലെ പ്രോബ്ലംസ് എല്ലാം മാറാനായിട്ടാണ് നമ്മൾ തുളസി പൗഡർ ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ഉണ്ടാക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ എടുത്തിരിക്കുന്നതെല്ലാം 5 ഗ്രാം വാൽമുളകും ബാക്കിയെല്ലാം 10 ഗ്രാം വീതമാണ്. ഇത് നമുക്ക് ഒരു മാസത്തേക്കാണെങ്കിൽ ഒരു മാസത്തേക്ക്, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കാണെങ്കിൽ ഒരാഴ്ചത്തേക്ക്, വീട്ടിലെ ആളുകളുടെ എണ്ണം അനുസരിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒന്നായിട്ട് ഇട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതിപ്പോൾ ഞാനിവിടെ ചേർക്കുമ്പോൾ തന്നെ, മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പട്ടയുടെയും കരയാമ്പൂടെയൊക്കെ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ദുപ്പ് അല്ലെങ്കിൽ കല്ലുപ്പ് കുറേശ്ശെ എടുത്തിട്ട് അത് നമുക്ക് ഈ പൊടിയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് അതും കൊണ്ട് പല്ല് തേക്കാവുന്നതാണ്. അപ്പോൾ ഇത് ആദ്യം മോണകളിൽ ആദ്യം തേക്കുക, വിരൽ വെച്ചിട്ട് തേക്കാം. മോണകളിൽ തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോർമൽ ടൂത്ത് പേസ്റ്റിന് ബ്രഷ് കൊണ്ട് ഉപയോഗിക്കുന്നത് പോലെ തന്നെ പൽപ്പൊടി വെച്ചിട്ട് പല്ല് തേക്കാവുന്നതാണ്. 1 വർഷം വരെ ഇത് നമുക്ക് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇന്ദുപ്പിന് പകരം നമ്മൾ സാധാ കറിയുപ്പ് ഉപയോഗിച്ച് തേക്കരുത്. നമുക്ക് ആ ഒരു എക്സ്പെക്റ്റഡ് റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ദുപ്പ് നിർബന്ധമായി ഇവിടെ പറഞ്ഞേക്കണത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പൽപ്പൊടി ഉണ്ടാക്കി പല്ല് തേക്കുന്നതെങ്കിൽ മോണവീക്കം, അതുപോലെ പല്ല് പുളിക്കൽ, വായിലെ അൾസർ, പിന്നെ ക്യാവിറ്റി പ്രോബ്ലംസ്, ഇതിനെല്ലാത്തിനും ഒരു നല്ല റിസൾട്ട് കിട്ടും. എത്രയും പെട്ടെന്ന് തന്നെ ഒരു നല്ല റിസൾട്ട് കിട്ടും. ഈ ഒരു പൗഡർ നിങ്ങൾക്ക് പത വേണമെന്നുണ്ടെങ്കിൽ സോപ്പ് നട്ടിൻ്റെ പൗഡർ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നേച്ചർ 360 ചാനലിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.